Okay. We were studying 8th lesson, isn't it? നമ്മൾ 8th lesson അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? നിങ്ങളുടെ പേരൊക്കെ ഞാനൊന്ന് ടൈപ്പ് ചെയ്തായിരുന്നോ? ഇല്ല. കുറച്ച് പേരുടെ പേരൊക്കെ അന്ന് ടൈപ്പ് ചെയ്തില്ലേ? ഇല്ല അല്ലേ? ഓക്കെ. നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ Avani Mahesh. Okay. How we have to open MS Word? First we have to go and click on start. Start എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് പിന്നെ സൈഡിലുള്ള സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ദെൻ അവിടെ കുറേ പ്രോഗ്രാംസ്, അവിടെ കുറേ സംഭവങ്ങൾ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ ദെൻ വി ഹാവ് ടു ക്ലിക്ക് ഓൺ പ്രോഗ്രാംസ്. പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിനകത്ത് വേറെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമ്മൾ MS ഓഫീസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വി ഹാവ് ടു ക്ലിക്ക് ദർ. ദെൻ അതും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഇങ്ങനെ ഒരു W എന്ന് എഴുതിയേക്കുന്ന ഒരു സംഭവം. ഈ പേജ് നമ്പർ 80 നിങ്ങൾ എടുത്ത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 80. ഓക്കെ. ആ ഒരു പേജ് എടുത്ത് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഓപ്പൺ. ഫസ്റ്റ് വി ഹാവ് ടു ഗോ ടു സ്റ്റാർട്ട് ബട്ടൺ, ദെൻ ക്ലിക്ക് ഓൺ പ്രോഗ്രാംസ്, ദെൻ വി ഹാവ് ടു ക്ലിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ്, ദെൻ വി ഹാവ് ടു ക്ലിക്ക് ഓൺ മൈക്രോസോഫ്റ്റ് വേർഡ്. ഈ മൈക്രോസോഫ്റ്റ് വേർഡ് അതായത് കുറേ ഓപ്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടർ ഉള്ളവർക്ക് അറിയാം, കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുന്നവർക്ക് അറിയാം, മൈക്രോസോഫ്റ്റ് വേർഡ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നവർ. അങ്ങനെ സിദ്ധാന്തൻ എന്താ കേൾക്കുന്നില്ല? കൈ പോക്കി കാണിച്ചാൽ എന്ത് പറ്റി? പേജ് നമ്പർ 80. ഓക്കെ. സോ ഒരു W മീൻസ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേർഡ്. ഈ വേർഡ് എന്ന് പറയുമ്പം വേർഡിലാണ് നമ്മളെല്ലാം ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡിൽ, MS വേർഡിൽ അല്ലെങ്കിൽ പിന്നെ വേർഡ് പാഡ് ഉണ്ട്. വേർഡ് പാഡിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ. ഓക്കെ. സോ മിസ് വിൽ ഷെയർ ആൻഡ് ഷോ. I hope that you can see the screen. ഇപ്പൊ സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് വേർഡിന്റെ. വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതായത് പേജ് 81 ചിത്രമാണിത്. സ്റ്റിൽ ഇപ്പോഴും കാണുന്നില്ലേ? കാണാം അല്ലെ? അതാരെങ്കിലും അതെ. സ്ക്രീൻ കാണുന്നുണ്ടോ ഇപ്പം? യെസ്. ഓക്കെ. അത് ചില സമയത്ത് ആരെങ്കിലും അവിടെ മെസ്സേജ് വിടുകയോ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെ കാണാതെ വരുന്നത്. നിങ്ങൾ ഇനി കൈ പൊക്കി അങ്ങനെ ഒരു മെസ്സേജ് ഇതിനകത്തോട്ട് ഇടരുത് കേട്ടോ. അപ്പം പിന്നെ സ്ക്രീൻ കാണാതെ വരും. ഓക്കെ. ആരെങ്കിലും ഇപ്പൊ പുറത്തായി പോയിട്ട് പിന്നെ വീണ്ടും അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വരുമ്പോഴൊക്കെയാണ് പിന്നെ ഇത് കാണാതെ വരുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് സ്ക്രീൻ കാണാതെ വരുമ്പോൾ ഒന്ന് പറയുകയും ചെയ്യണം. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ പേജ് 81 തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ഹിയർ ദിസ് പിക്ചർ, ഹിയർ ദിസ് ഈസ് ഫയൽ. ഈ ഫയലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്. ലൈക്ക് ദിസ് സോ മെനി ഓപ്ഷൻസ് ആർ ദെയർ. ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഹോം. ഇപ്പൊ നമ്മൾ ഹോം പേജ് ആണുള്ളത്. നെക്സ്റ്റ് ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു കോളുണ്ട്. നമുക്ക് പടം വരയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് എടുക്കുന്നതാണ്. നമുക്ക് ഹോമിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, കാരണം നമുക്കിപ്പോൾ അതിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ. സി ഹിയർ ആ ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കേ. ഫസ്റ്റ് എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ ലാപ്ടോപ്പിലായതുകൊണ്ടാണ് എഡിറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞ് ഓക്കെ. അത് നെക്സ്റ്റ് ഹിയർ ഈ BIO എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ?
ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ആണ്. സോ ഇവിടെ നമുക്ക് ഇത് ഇൻസേർട്ടൽ പേജിലായിട്ട് റെഫറൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് അവിടെ ദാറ്റ് ഈസ് മെനു ബാർ. ദിസ് ഈസ് മെനു ബാർ. ആ ചിത്രത്തിൽ നോക്കിയ മെനു ബാർ ഏതാന്ന്. സെക്കൻഡ് ഏറ്റവും മേളിൽ കിടക്കുന്ന ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞാൽ മേളിലുള്ള ഭാഗമാണിത്. ഇതാണ് ടൈറ്റിൽ ബാർ. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർസ്. ദീസ് ആർ ടൂൾ ബാർസ്. പിന്നെന്താ ഫോർമാറ്റിംഗ് ടൂൾ ബാർ, വിൻഡോ കൺട്രോൾ ബട്ടൺസ്, ഡോക്യുമെന്റ് ഏരിയ, സ്ക്രോൾ ബാർസ്, സ്റ്റാറ്റസ് ബാർ എന്നൊക്കെ പറഞ്ഞ് ഇതിപ്പം ഇതാണ് സ്ക്രോൾ ബാർ. നമുക്കിങ്ങനെ വലിച്ച് ഇങ്ങനെ നീക്കാൻ പറ്റുന്നത്. ഓക്കെ. ഇത് ലാപ്ടോപ്പ് ആയതുകൊണ്ടാണ്. സാധാരണ ഡെസ്ക്ടോപ്പിൻ്റെ ആണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ. നമ്മുടേത് ലാപ്ടോപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയർ ആവാത്തത് കേട്ടോ. ഓക്കെ. നൗ നിങ്ങളെ ഞാൻ ഫങ്ഷൻസ് കാണിച്ചു തരാം. എനിക്ക് എല്ലാവരുടെയും പേര് ടൈപ്പ് ചെയ്യണം. ആദ്യത്തെ ഞാൻ പേര് പറയാതെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് പറയുന്നില്ല, പറഞ്ഞാൽ മതി കേട്ടോ. ആദ്യത്തെ, നെക്സ്റ്റ് റിലു, നെക്സ്റ്റ് എഡ്വിൻ, ആവണി, നെക്സ്റ്റ് ഫാബസ്, VAS അല്ലേ, FAVAS അല്ലേ, ഫാബസ് മോന്, ബെനീറ്റ, ഡബിൾ ടി ഉണ്ടോ? ഡി കുഞ്ഞേ ഉണ്ട്. ബെനീറ്റ, ആരോൺ, നെക്സ്റ്റ് സെൽന, എവിടെ പോയി? സെൽന കഴിഞ്ഞ ആരാധ്യ, ആരാധ്യ, ജുവൽ, ഏഞ്ചൽ റോസ്, ഏഞ്ചൽ റോസ്, അലൻ, സിദ്ധാന്ത്, ജെവിൻ, ഷാൻ, നിദ ഫാത്തിമ, നിദ, നിഹാര, ഷഹ്മ വി, ഷഹ്മ, ജൂലിയറ്റ്, ജൂലിയറ്റ്, ജോമൽ, ടോഷൻ, എഡ്വിൻ, അലൻ, നിത, റിലു, ഫാത്തിമ,
ഏഞ്ചലിന്റെ പേര് എഴുതിയായിരുന്നു. ബെനീറ്റ, ആരോണ്, സെൽന. ഏഞ്ചലിന്റെ പേര് എഴുതിയതാ. ആദ്യത്തെ ആസിയ. മിസ് ഏഞ്ചലിന്റെ പേര് എഴുതിനെ. Okay, I will just call out the names. Please do. And don't unmute. ഈ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ അൺമ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. എന്തെല്ലാം സൗണ്ട് വരുന്നുണ്ടെന്ന് അറിയാം. ഞാനിവിടെ എഴുതിയേക്കുന്ന പേരുകൾ വായിക്കാം. നിങ്ങളുടെ പേര് അതിനകത്ത് ഇല്ല എങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേരും കൂടെ പിന്നെ പറയണം കേട്ടോ. ഞാൻ ആഡ് ചെയ്യാണ്. ആദിത്യ, റിലു, എഡ്വിൻ, ആവണി, ഫേവസ്, ബെനീറ്റ, ആരോൺ, സെൽന, ആരാധ്യ, ജുവൽ, ഏഞ്ചൽ റോസ്, അലൻ, സിദ്ധാന്ത്, ജെവിൻ, ഷാൻ, നിത, നിഹാര, ഷഹുമ, ജൂലിയറ്റ്, ജോമൽ, ടോഷിൻ, ഫാത്തിമ, ആസിയ. ഇനി ആരുടെ പേര് എഴുതാനുള്ളതെന്ന് പറ. ആവണിയുടെ പേര് വായിച്ചായിരുന്നോ മോളെ? ആവണിയുടെ പേര്. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ ഒന്ന് പറ പ്ലീസ്. ഇല്ല അല്ലേ? ഓക്കെ, മിസ് കാണിച്ചു തരാം. ജസ്റ്റ് ലുക്ക് അറ്റ് ദ സ്ക്രീന്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ നെയിംസ് എല്ലാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചേഞ്ചസ് വരുത്തണം? ഫസ്റ്റ് വി ഷുഡ് സെലക്ട് ഇറ്റ്. വി ഷുഡ് സെലക്ട് ഇറ്റ്. സോ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ കർസർ കൊണ്ടുപോയിട്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? കർസർ കാണുന്നുണ്ടോ സ്ക്രീനിൽ മൂവ് ചെയ്യുന്നത്? ഓക്കെ, സോ കർസർ കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെ കൊണ്ടുവെക്കണോ അവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇങ്ങനെ താഴോട്ട് വലിച്ചിട്ട് കർസർ പിന്നെ നമ്മൾ വിടാൻ പാടില്ല. താഴെ കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് നിർത്തുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് വി ഷുഡ് മേക്ക് ഇറ്റ് ലിറ്റിൽ ബിഗർ വൺ. ഐ ഹോപ്പ് ദാറ്റ് യു കനോട്ട് സീ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇത്തിരി വലിയ സൈസ് എടുക്കുകയാണ്. ജസ്റ്റ് ക്ലിക്ക്. ദെൻ നമ്മളൊരു 48 ഒക്കെ എടുക്കാം. വേണ്ട, ഒരു 26 എടുത്താൽ കാണാൻ പറ്റും അല്ലെ? 26 സൈസ് എടുത്തു. ഇറ്റ് വാസ് 9 or 10, 9 or 10 ആയിരുന്നു ഇതിന്റെ സൈസ്. നമ്മളിപ്പോ അതിനെ 26ലേക്ക് എടുക്കുന്നത്. എവിടെ പോയിട്ട് എടുക്കുന്നു? സി കർസർ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ സ്മോൾ വൺ ആരോ മാർക്ക് പോലെയുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ 8, 9, 8, 9, 10, 11, 12, 14, 16, 18, 20, 22, 24, 26, 28, 36, 48, 72 ഇത്രയാണ് ഇവിടുത്തെ സൈസ് ഉള്ളത്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് 72 ദിസ് മച്ച് ബിഗ് വൺ വരും. അപ്പൊ അത്രയും നമുക്ക് വലുതൊന്നും വേണ്ട. നമ്മൾ ഒരു എത്രയായിരുന്നു എടുത്തിരുന്നത്? 26 തന്നെ ഇരുന്നോട്ടെ. ഐ ഹോപ്പ് ദാറ്റ് യു ഓൾ ക്യാൻ സീ. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി സൈസ് വലുതാക്കുന്ന ഇവിടെ നിന്ന് കണ്ടില്ലേ? ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ എല്ലാം മോഡൽ മാറ്റുകയാണ്. നമ്മളൊരു നല്ല മോഡൽ എടുക്കാം. ഈ ഒരു മോഡൽ ഞാൻ എടുത്തു. നല്ലൊരു മോഡൽ. ഒരുപാട് മോഡൽസ് ഉണ്ട്. സോ ഈ ഫോണ്ട് സൈസ്, see here we change the font size and here font models are there. So click here, we will get different models from there. ഒരുപാട് models ഉണ്ട്. We can select വേറൊരു മോഡൽ എടുത്തു. അത് വേണ്ടെങ്കിൽ നമ്മൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്.
എന്താ ആഫ്രിക്കൻ മോഡൽ റൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഈ മോഡൽ എടുത്താൽ നിങ്ങളുടെ നെയിം ഇങ്ങനെ ഇരിക്കും. Do you like to have like this way? എന്നിട്ട് വായിക്കാൻ പറ്റുമോ? എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. അതാ ഒരു കൈ ഇങ്ങനെ പൊക്കി പിടിക്കുന്നു, ഒരു കൈ ഇങ്ങനെ കാണിക്കുന്നു, ഒരു കൈ ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ അങ്ങനെ ഡിഫറൻസ് ഇസ് തരാം. നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് വേറെ വായിക്കാൻ പറ്റുന്ന എന്തെങ്കിലും എടുക്കാം അല്ലേ? ഓക്കെ. ഞാൻ ഇതങ്ങോട്ട് എടുത്തു. ഓക്കെ, വേറൊരു മോഡൽ എടുത്തു. ഇനി നമുക്ക് ഇതിനെ നമ്മൾ ഇവിടെ ഒരു ബി ഉണ്ട്. ബി, കൻ യു സീ ദാറ്റ് ബി? ദാറ്റ് ബി മീൻസ് ബോൾഡ്. ബോൾഡ് മീൻസ് മറ്റേ കുറച്ച് കട്ടിയുള്ളതെന്ന് അർത്ഥം. ഇവിടെ ബോൾഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇറ്റ് ബിക്കെയിം ലിറ്റിൽ മോർ തിക്ക് വൺ. See that it has become little more thick one. Then next one is I. I means italic. ഇപ്പൊ ഒരു ചെറിയ മാറ്റം വന്നു. നിങ്ങൾ നോക്കിയാ ഒരു ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത പോലെ. സ്ട്രൈറ്റ് ആണ്, മറ്റേ ഒരു ചെറുതായിട്ട് ഒരു ലിറ്റിൽ സ്ലിറ്റ്, ഒരു ചെറിയൊരു പിന്നെ സ്ലൈറ്റ് ആയിട്ട് ഒരു ചെറിയ ബെൻഡിങ് വന്ന പോലെ. നെക്സ്റ്റ് ഹിയർ യു ഈസ് ദ റിട്ടൺ ദർ. ഡു യു നോ വാട്ട് ഈസ് ദാറ്റ് യു? യു മീൻസ് അണ്ടർലൈൻ. ഓക്കെ. നിങ്ങളുടെ എല്ലാം പേരിന്റെ അടിയിൽ ഒരു വര വരച്ച് വെച്ചേക്കുക, അണ്ടർലൈൻ ചെയ്തിട്ടു. Did you see that underline? ഓക്കെ. Now we don't want underline. അണ്ടർലൈൻ വേണ്ട നമുക്ക് പേരിനല്ലേ. നമ്മൾ അണ്ടർലൈൻ അങ്ങ് മാറ്റും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. വ്യൂവിൽ പോയിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അണ്ടർലൈൻ മാറും. പിന്നെ ഇറ്റാലിക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇറ്റാലിക്ക് ഇരുന്നിട്ട് ഭംഗിയുണ്ടല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹിയർ വി ക്യാൻ ടേക്ക് എനി മോഡൽസ് ആൻഡ് ഓൾ. ഇനി ഞാനിത് I will call the names one by one. I will call the names one by one. Then you should say which color you want. Okay. First I will call Adit. Adit, please unmute. ഇത് വർക്ക്ഔട്ട് ആവുന്നില്ലല്ലോ. ആദ്യത്തെ which color do you want? This many colors only there. ഇത്രയും കളർ അല്ലേ, അതിൽ ഏത് കളർ വേണമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. ഓക്കെ, സോറി, ഇതല്ല, ഈ കളർ തന്നെ എടുക്കാം. which color do you want? വേഗം ആദ്യത്തെ പറ, സമയമില്ല നമുക്ക് വേസ്റ്റ് ചെയ്യാൻ. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ കുറെ കളേഴ്സ് ഉണ്ട്. ആദ്യത്തെ പോയോ? ബ്ലൂ. ഓക്കെ, ആദ്യത്തെ ഇറ്റ് ഇസ് ബ്ലൂ. റിലു ആൻഡ് ദെൻ നെക്സ്റ്റ് എഡ്വിൻ ആണ് പറയേണ്ടത്. റിലു വേഗം പറഞ്ഞേ. റിലു ഇല്ലേ? ഓൺലൈനിലില്ലേ? ഓക്കെ, ദെൻ എഡ്വിൻ പറഞ്ഞേ. നിങ്ങൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വേഗം പറയണം. 1.5 മണിക്കൂർ വീതം എടുക്കരുത് പ്ലീസ്. അതെ, അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എഡ്വിൻ, ആർ യു ദേർ ഓൺ ദി ലൈൻ? ഇല്ല. നെക്സ്റ്റ് ആവണി. Violet means this many colors only violet. Okay. Next flowers. Green ഇതിനകത്ത് ഈ ഗ്രീനേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു വേറെ വിശേഷങ്ങൾ പറയണ്ട. ബെനീറ്റ,
Yes. Aaron? Yellow. Yes, yellow. Which yellow? Yellow vishadu. Selna? Red. Aradhya? Rose. Rose illa. Ee color e ullu. Shall I take this? Okay. Jewel? Violet. Yes. Angel Rose? Red. Alan? Orange. മോനെ ഓറഞ്ച് എന്ന് പറയാനില്ലടാ ചക്കര. ഇതായിരിക്കും. അതേ ഉള്ളൂ, വേറെ. സിദ്ധാന്ത് കൃഷ്ണ? സിദ്ധാന്ത് കൃഷ്ണ? സിദ്ധാന്ത്? ഇല്ല. ജെവിൻ? ജെവിൻ? ആ വർത്താനം പറയുന്ന ആൾക്ക് അങ്ങ് മ്യൂട്ട് ചെയ്ത് വെച്ചൂടെ? റെഡ്. പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചേ. എത്ര പറഞ്ഞാലും ഇങ്ങനെ. ഷാൻ? ഷാൻ പ്ലീസ്. ഫാത്തിമ എം, ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. മ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്ത് വെച്ച് പിന്നെ ഭയങ്കരമായിട്ട് വർത്തമാനം കൂടെ ആകുമ്പോഴത്തേന് എന്തൊരു സൗണ്ട് ആയത്. എത്ര തവണ നിങ്ങളോട് പറയണം? എന്നാ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അൺമ്യൂട്ട് ചെയ്താൽ പിന്നെ സൈലന്റ് ആയിട്ടിരുന്നോണം. ഇനി പേര് വിളിക്കാനുള്ളവർ മാത്രം അൺമ്യൂട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു സൗണ്ടും വരാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അന്നേരം മ്യൂട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പേര് വിളിക്കുന്ന സമയത്ത് വേഗം മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. കേട്ടല്ലോ? ഷാൻ, which color do you want? Green. ഗ്രീൻ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീനേ ഉള്ളൂ കേട്ടോ മോനെ ഇതിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് നിദ ഫാത്തിമ. നിദ? റെഡ്. ഓക്കെ. നെക്സ്റ്റ് നിഹാര? ബ്ലൂ. നെക്സ്റ്റ് ഷഹമ? യെല്ലോ. ഓക്കെ. ജൂലിയറ്റ്? Red. ജോമൽ? Blue. ടോഷിൻ? Red. റെഡാ? ഫാത്തിമ? Sky blue. സ്കൈ ബ്ലൂ. ഓക്കെ. ആസിയ? Brown. ബ്രൗണാ? Yes. ദിസ് ബ്രൗണാ? Yeah. ഇതാ? Yeah. മോളെ ഇവിടെ ആകെ 2 ബ്രൗണേ ഉള്ളൂ, ഓറഞ്ച് പോലെയുള്ള. വേറെ ഏത് കളറാ ഇത്? ഇല്ലെങ്കിൽ ഈ മെറൂൺ കളർ എടുക്കട്ടെ? Yes. Down. താഴത്തെ. ഇത്? യെസ്. ഓക്കെ. ഇനി ഇവിടെ കളർ ചെയ്യാത്തതുള്ളത് ഇവിടെ ആര്? റിലു? റിലു ഇസ് ദേർ?
Rilu, which color do you want? Rilu, please. Red color. Edwin, please. Edwin. Edwin online lo mane. Edwin, Edwin line lillaന്ന് തോന്നുന്നു. Edwin ഞാൻ ബ്ലൂ കളർ കൊടുക്കുന്നു. ഓക്കെ, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ശരി. All of you mute. ഇനി അവിടെ മ്യൂട്ട് ചെയ്തു. കാർഡിയൊക്കെ ഇരിക്കുന്ന സൗണ്ട് വരുന്നുണ്ട്. മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, സി ഹിയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ബാക്ക് അതെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കാൻ ക്ലിക്ക് ഹിയർ കം ഹിയർ സോറി ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കാം. ഈ കളർ സിദ്ധാന്തിന്റെ കളർ നിറം ശരിയായില്ല അല്ലേ? സിദ്ധുവിന് വേറൊരു കളർ കൊടുക്കാം. സിദ്ധാന്തിന് വേറെ കളറായി. ജുവലിന്റെ കളറും ഒന്ന് മാറ്റണം. ആരാധ്യയുടെ കളറും ഒന്നും മാറ്റുന്നേ. കാണാം, പക്ഷേ ഇത്തിരി ഇതുള്ളത് കൊണ്ട് ഞാൻ വേറൊരു കളർ കൊടുക്കാം കേട്ടോ. ആരാധ്യ മോളെ, ആരാധ്യ. ബാക്കി എല്ലാവരുടെയും ആവണിയുടെയും ആ കളറിലൊരു ലുക്ക് തോന്നുന്നില്ല. ഓക്കെ, see, now look at the screen, all of you. നമ്മൾ കളർ സൈസ് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം we want to make it bigger one, so we selected it first. Say, remember that what all changes, if you want to make any changes, even little bit of changes, if you want to make, first we have to select. Then how to select? How to keep the cursor near the place from where we should start the selection. Means അത് നമുക്ക് എവിടെ നിന്നാണോ സെലക്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് നമ്മൾ കർസർ വെക്കണം. അവിടെ കൊണ്ട് കർസർ വെച്ചിട്ട് നമ്മുടെ മൗസിന്റെ ഈ മൗസ്, അതായത് ലെഫ്റ്റ് മൗസ് പ്രസ് ചെയ്ത് അമർത്തി പിടിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ വിടരുത്. കൈ നമ്മൾ ക്ലിക്ക്. ഇതെന്ത് പറഞ്ഞാലും പിന്നെ ആരാ ഈ അൺമ്യൂട്ട് ചെയ്യുന്ന ആള്? ദയവ് ചെയ്ത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യരുതേ മക്കളെ. ഓക്കെ, ഈ മൗസിന്റെ ലെഫ്റ്റ് മൗസ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രാഗ് ചെയ്ത് വലിച്ചു താഴോട്ട് കൊണ്ടുവരണം. എവിടം വരെ നമുക്ക് വേണോ അവിടം വരെ നമ്മൾ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ ഇറ്റ് വിൽ ബി സെലക്ടഡ്. അപ്പൊ ഇത് സെലക്ടഡ് ആയിരിക്കും. കളർ ഒരു ബ്ലൂ കളർ പോലെ വന്നിട്ടുണ്ടാകും. സെലക്ടഡ് അവൻ. ദെൻ ഫസ്റ്റ് if we want to change the font size, we will go to this font size here. Actually it will be 9 or 10 or 11 will be there. Avada number ഒക്കെ എഴുതിയിട്ടുണ്ടാകും. Small arrow mark is there. So click on that arrow mark, then size number will be shown there. 8, 9, 10, 11, 12, 14, 16 അങ്ങനെ നമ്പർ വരും. പിന്നെ 24, 36 അങ്ങനെ നമ്പേഴ്സ് വന്നിട്ടുണ്ടാകും. അപ്പം നമുക്ക് അതിൽ ഏത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഒരു കുറച്ച് വലുപ്പം മതിയെങ്കിൽ നമുക്ക് ഇതിപ്പം 26ലാണ് നിങ്ങളുടെയൊക്കെ പേരുള്ളത്. ഇനി അതിനെ വലിയ ഒരെണ്ണാക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ആദ്യത്തിന്റെ മാത്രം ഒന്ന് മാറ്റി കാണിക്കാം. ഇഫ് യു വാണ്ട് മേക്ക് ഇറ്റ് ബിഗർ വൺ, വി വിൽ സെലക്ട് 72. 72 will be like this much. ആദ്യത്തെ പേടിക്കണ്ട, അതിശയനെ പോലെ ഇങ്ങനെ വലുതാക്കിയതാട്ടോ നിന്നെ. നിന്നെയും ചെറുതാക്കും. അതിശയനെ പോലെയല്ല, നിന്നെയും ചെറുതാക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വലുതാക്കാം. ഇനി നമുക്ക് ചെറുതാക്കണമെങ്കിലോ എഗെയിൻ ഇവിടെ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെ ബാക്കിയുള്ളവർക്ക് ഏതിലായിരുന്നു? 26-ലല്ലേ? 26 ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം 26 ക്ലിക്ക് ചെയ്തപ്പം നമുക്ക് ഏത് സൈസാണോ വേണ്ടത് വി ക്യാൻ ക്ലിക്ക് ദെയർ ആൻഡ് വി ക്യാൻ സെലക്ട്.
Then we can come to the font models. ഇവിടെ കുറെ ഫോണ്ട് മോഡൽ ഉണ്ട്. അവിടെ ഇതുപോലെ സ്മോൾ ആരോ മാർക്ക് ഉണ്ട്. Asia, where are you listening? Then we can select any model from here. നമുക്ക് ഇവിടുന്ന് ഏത് മോഡൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒന്നും രണ്ടും ഒന്നല്ല, ഒരുപാട് ഫോണ്ട് മോഡൽസ് ആർ there. ഇനി ഓരോരുത്തരുടേത് ഓരോ മോഡലിൽ വേണമെങ്കിലും ആക്കാം. ഇപ്പൊ ഞാൻ മൊത്തത്തിൽ അതിന് കുറെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേനും ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. സമയം ഒത്തിരി എടുക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഓരോരുത്തരും, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെ ഉള്ളെങ്കിൽ ഞാൻ ഓരോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മോഡലൊക്കെ എടുക്കും. പിന്നെ നിങ്ങൾ ഒന്ന് മ്യൂട്ട് ചെയ്ത് പിന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പിന്നെ നിങ്ങളൊന്ന് സംസാരിച്ച് വരുമ്പോഴത്തേനും ഒരാൾക്ക് 5 minutes വിൽ പോകോ. 5 minute 6 minute ഒക്കെ വേണ്ടി വരും നിങ്ങളൊക്കെ അനങ്ങി വരുമ്പോഴത്തേ. അപ്പം നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് മിസ് തന്നെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു മോഡൽ അങ്ങ് എടുത്തു അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഫോണ്ട് സൈസും ഫോണ്ട് മോഡൽസും നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമ്മളിവിടെ ബോൾഡ് ഉണ്ട്, പിന്നെ ബി എന്ന് പറഞ്ഞാൽ ബോൾഡ്. നെക്സ്റ്റ് ബോൾഡ് എന്ന് പറയുമ്പോൾ ലിറ്റിൽ തിക്ക് വരും, കുറച്ച് തിക്കായിട്ട് കട്ടി കൂടി നമ്മൾ ടൈപ്പ് ചെയ്ത് കുറച്ചും കൂടെ കട്ടിയിൽ കാണിക്കും. നെക്സ്റ്റ് ഇറ്റാലിക്. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ലാൻഡിങ്, അത് ഒരു ചെരിവ്. പിന്നെ അണ്ടർലൈൻ. അണ്ടർലൈൻ ഞാൻ കാണിച്ചെന്ന ഓർമ്മയുണ്ടോ? നെയിംസ് അണ്ടർലൈൻ ചെയ്തത് ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയുണ്ടോ? എല്ലാവരുടെയും പേരൊന്ന് അണ്ടർലൈൻ ചെയ്ത് കാണിക്കാം. ഇവിടെ യുവിൽ ക്ലിക്ക് ചെയ്താൽ മതി, നെയിംസ് എല്ലാം അണ്ടർലൈൻ ചെയ്ത് വന്നു, കണ്ടോ? അപ്പൊ നമുക്ക് ഇത് വേണ്ട, അണ്ടർലൈൻ വേണം നമുക്ക്, നെയിംസ് ഒന്നും അണ്ടർലൈൻ ചെയ്യണ്ട അല്ലേ. നമ്മൾ വലിയ ആളൊന്നും ആവണ്ട, സാധാരണ ഒരാളാകാം അല്ലേ. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയി അല്ലേ. ഇവിടെ ഏതൊക്കെയോ ഒന്നോ രണ്ടെണ്ണം അറിയാതെ കയറിയിട്ടുണ്ട്. ഓക്കെ, അണ്ടർലൈൻ പോയി. പിന്നെ നമുക്ക് ഇവിടെ see here in the screen. Asia Safa, please look at the screen. Don't do any other business. Then here one AB and one A, capital letter A. ഇവിടെ രണ്ട് സ്മോൾ ചെറിയ രണ്ട് ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത കളേഴ്സ് വരും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള കളർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫില്ലാകും. ഓക്കെ, പിന്നെ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിട്ടാണ് ഈ AB, സ്മോൾ AB എഴുതിയേക്കുന്നിടത്ത് വന്നിരിക്കുന്ന കളേഴ്സ്. ഇത്രയും കളേഴ്സ് ഉണ്ട്, നോ കളർ. പിന്നെ ഇത്രയും കളേഴ്സിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് മച്ച്? ഇപ്പം മിസ് പഠിപ്പിച്ച അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങളുടെ പേര് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സേവ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ കളർ ഫോണ്ട് കളറും ഫോണ്ട് സൈസും ഒക്കെ ചേഞ്ച് ചെയ്തു, അതെല്ലാം കഴിഞ്ഞു. ബോൾഡ് ഇറ്റാലിക് പേജ് നമ്പറിൽ, അതായത് നമ്മൾ ഏത് പേജാണോ ഓക്കെ. ഇനി ഇത് ഞാൻ അങ്ങോട്ടൊരു കാര്യം ചെയ്യാം. നമുക്ക് സേവ് ചെയ്യുന്ന ആദ്യം പഠിക്കാം, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വേറൊരു സംഭവം എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് കാണിക്കാം. ഹൗ ടു സേവ് ദിസ്, ഇത് എങ്ങനെ സേവ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഹിയർ ഗോ, ദിസ് ഈസ് ഫയൽ. ക്ലിക്ക് ഓൺ ഫയൽ. ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്. ദീസ് മെനി ഓപ്ഷൻസ് ആർ ദെയർ. അതിനകത്ത് നിന്ന് ആസിയ സ്ക്രീൻ എവിടെയാ? മോള് കമ്പ്യൂട്ടറിലാണോ മൊബൈലിലാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? മൊബൈലാ? മൊബൈൽ. മുമ്പിലാണെന്ന് തോന്നുന്നു ഫോൺ ഇരിക്കുന്നത് അല്ലേ. പക്ഷെ എന്തിനാ ഈ സൈഡിലേക്ക് നോക്കുന്നേ? അവിടെയുള്ള ആളോട് വേഗം അടുക്കള കയറി പോകാൻ പറഞ്ഞേ. ആരെയോ നോക്കുന്നുണ്ട് അവിടെ അല്ലേ? മമ്മി ഉണ്ടോ അവിടെ? ഓക്കെ, ശരി. ഇവിടെ നോക്കാം. നമുക്കിവിടെ ഇവിടെ ടൈപ്പ് ചെയ്ത് നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ സേവ് ചെയ്തേക്കുന്ന സംഭവം അല്ല, സോറി, ഇവിടെ നമുക്ക് സേവ് ചെയ്യണം. അതിന് നമ്മൾ ഫയലിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഹിയർ വൺ ഓപ്ഷൻ ഈസ് ദെയർ കോൾഡ് സേവ്. സേവ് ഓപ്ഷൻ ഈസ് ദെയർ. റീലു അതാരാ അതിനിടയ്ക്ക് കയറിയേ? ആരെ പൺമിറ്റ് ചെയ്തേ? എവിടെ നിന്ന്? വേഗം മ്യൂട്ട് ചെയ്ത് വെക്ക്.
ഓക്കെ സേവ് ക്ലിക്ക് ഓൺ സേവ്. ഈ സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളോട് ഒരു കാര്യം ചോദിക്കും. എന്താണെന്നറിയാവോ? നമ്മൾ നമ്മുടെ ഫയല് ഏത് പേരിലാണ് സേവ് ചെയ്യേണ്ടതെന്ന്. ഡു യു ആൾ ഹാവ് നെയിംസ്? നിങ്ങൾക്കെല്ലാം പേരുണ്ടോ? ഉണ്ടോ? ഇല്ലേ? Yes or no? അയ്യോ റിലുവിന് പേരില്ല. അപ്പൊ പിന്നെ എന്തുവാ ഈ റിലു എന്നുള്ളത്? ആസിയ, ഡു യു ഹാവ് നെയിം? യെസ്. എല്ലാവർക്കും പേരിട്ടിട്ടുണ്ട് നിങ്ങളുടെ പേരൻസ് അല്ലേ? യെസ്. എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ പേരിട്ടേക്കുന്നത്? ഓ എന്റെ ദൈവമേ, മക്കളെ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണ്ട. എന്തിനാ പേരിട്ടേക്കുന്നേ? നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലേ? ഇഫ് 5 സ്റ്റുഡൻസ് ആർ സ്റ്റാൻഡിങ് ദേർ, അല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 2, 3 ഷാനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കരുതെന്ന്. ഓക്കെ. അപ്പൊ നമ്മള് എല്ലാവർക്കും പേരിട്ടിട്ടുണ്ട് നിങ്ങളുടെ പേരൻസ് അല്ലേ? അപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളും നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഒരാളൂടെ ഒക്കെ ഉണ്ടാകും. ചിലർക്കൊക്കെ, ചിലർ ഒരാളെ ഉണ്ടാവുള്ളൂ, ചിലർ 2, 3 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫാദറിനെ നിങ്ങളെ വിളിക്കണമെങ്കിൽ എങ്ങനെ വിളിക്കും? കം ഹിയർ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുവോ? നിങ്ങളെയാണോ, നിങ്ങളുടെ ബ്രദറിനെയാണോ, നിങ്ങളുടെ സിസ്റ്ററിനെ ആണോ എന്നൊക്കെ മനസ്സിലാകുവോ? ഇല്ല. അതേസമയം നിങ്ങളുടെ ഈ പേരന്റ് ഈസ് കോളിംഗ് ബൈ യുവർ നെയിം, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ഈസ് കോളിംഗ് യു. If father is calling Shan, Shan can understand, oh, father is calling me. Otherwise, Shan will think, father is calling my sister. അങ്ങനെ പേര് വിളിച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്നെയാണ് വിളിച്ചതെന്ന്. അല്ലെങ്കിൽ വിചാരിക്കും എന്റെ ചേച്ചീനെ വിളിച്ച, അല്ലെങ്കിൽ അനിയനെ വിളിച്ച, അനിയത്തിനെ വിളിച്ചെന്ന് വിചാരിക്കും അല്ലേ? Okay, so we all have a name. Like the same way, the files that we save here in computer should need a name. Name ഉണ്ടെങ്കിലേ കമ്പ്യൂട്ടർ അത് സ്വീകരിക്കുള്ളൂ. ഒരു പേര് വേണം. അപ്പൊ നമ്മളോട് പേര് ചോദിച്ചേക്കുന്നത്, നമ്മളൊരു പേരും കൊടുത്തില്ല. ഇവിടെ ആദ്യത്തെ തന്നെ വന്നിട്ടുണ്ട്. ആദ്യത്തെ നെയിം ആദ്യത്തിന്റെ ആയതുകൊണ്ട് ആദ്യത്തിന്റെ പേര് വന്നു. അപ്പൊ നമുക്കത് വേണ്ട. നമുക്കൊരു പുതിയ നെയിം കൊടുക്കാം. എന്താ കൊടുക്കണ്ടേ? ക്ലാസ് 3 കൊടുക്കാം അല്ലേ? യു ആർ സ്റ്റഡിങ് ഇൻ ക്ലാസ് CLASS ക്ലാസ് 3. ഞാനൊരു പേര് കൊടുത്തു. ഫയൽ നെയിം ഈസ് റിട്ടൺ ഹിയർ ക്ലാസ് 3. കണ്ടോ? ദെൻ ഹിയർ വൺ ഓപ്ഷൻ ഈസ് ദർ, സേവ്. അത്രയും ടൈപ്പ് ചെയ്താൽ പോരാ. ലാസ്റ്റിന് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, സേവ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് അവിടെ. ആ ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യുക, സേവ്. സോ നമ്മുടെ ഫയലൊക്കെ അവിടെ സേവ് ആയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ്, വെൻ യു ഹാവ് ക്ലാസ് യു ഷുഡ് റിമൈൻഡ് മീ. I think tomorrow, do you have computer class? Tomorrow is Tuesday. Do you have computer class tomorrow? Yes, I think, no? നാളെ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നാളെ ക്ലാസ്. നാളെ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. സോ ടൈം ആയോ? ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. വി വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ് നൗ. ഓക്കെ, അടുത്ത ക്ലാസിന്റെ ടൈം ആയിപ്പോയേ. ശരി, ബൈ.